ഹലോ, ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? ഹലോ, കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പുതിയൊരു ഭാഗത്തേക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലേ, നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്താ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, ഇന്ത്യ സ്വതന്ത്രമാകുന്നത് വരേക്കും എന്താണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന്, ഈ പോരാട്ടങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിന്ന് പോരാടിയ ഒരു സംഘടനയാണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, അല്ലെ ഇന്ത്യയിൽ നിലവിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൽ എന്താണ് ഏറ്റവും പഴക്കം ചെന്ന സംഘടന കൂടിയാണ് എന്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫോർമേഷനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമേഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത്, അതിൻ്റെ ഫങ്ഷനിങ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് INC എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട, ഇതിന് എന്താണ് നമ്മളിതിൻ്റെ നാൾ വഴികളിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഈ ഒരു മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് ആൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ മിഡൈവൽ ഇന്ത്യ, അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ എന്നുള്ള രീതിയിൽ നമുക്ക് 3 കാലഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. അതിൽ ഈ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അല്ലേ, ഈ ഒരു ഒരു എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന 1757 അല്ലേ, 1757 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന ആ ഒരു യുദ്ധത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് നമ്മൾ ഈ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നു. അതിനുശേഷം 1763 ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കർണാട്ടിക് വാർസ് നടക്കുന്നുണ്ട് അല്ലേ, ആംഗ്ലോ മൈസൂർ വാർസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗ്ലോ മറാത്ത വാർസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പാരലലി നടന്നു പോകുന്നുണ്ട്. മെയിൻ സ്ട്രീമിൽ ഇതിനു ശേഷം വരുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്, ബക്സറിന് ശേഷം 1773 റെഗുലേറ്റിംഗ് ആക്ട് അല്ലേ, റെഗുലേറ്റിംഗ് ആക്ട് വരുന്നുണ്ട്. അതിനുശേഷം 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് അല്ലേ, പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം അല്ലേ, പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിലാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ പ്രദേശങ്ങളൊക്കെ ഈ വരുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം പ്രധാനമായിട്ടൊരു മാറ്റം വരുന്നത് 1813 കൗൺസിൽസ് ആക്ട് അല്ലേ, കൗൺസിൽസ് ആക്ട് വരുന്നുണ്ട്. അതിനുശേഷം 1833 വരുന്നുണ്ട്, 1853 വരുന്നുണ്ട്. ഇതിനുശേഷം 20 വർഷം കൂടുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇത് മെയിൻ സ്ട്രീം പറഞ്ഞു പോയപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ട സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാടധികം ട്രൈബൽ റിവോൾട്ടുകൾ നടക്കുന്നുണ്ട്, കർഷക കലാപങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാലേ സന്യാസി റിബല്യൻ നടക്കുന്നുണ്ട്, സംതാൾ റിബല്യൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പാരലി നമുക്ക് നടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് അല്ലേ. അതിനുശേഷം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വരികയാണ് അല്ലേ. ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട റിവോൾട്ട് അല്ലേ, ഇന്ത്യയുടെ നോർത്ത് അതുപോലെ തന്നെ ഈസ്റ്റേൺ ഭാഗങ്ങളെല്ലാം
സംഘടിപ്പിച്ചുകൊണ്ട് നടന്ന വലിയൊരു സംഘടിത കലാപമാണ് അല്ലെ 1857. പക്ഷെ പരാജയപ്പെട്ടു പോകുന്നു. അതിനുശേഷം 1858 എന്ത് ചെയ്യാണ്, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കോളനി നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്ട്ലി അല്ലെ, നമ്മുടെ രാജ്ഞിയുടെ ഡയറക്ട്ലി അല്ലെ, വിക്ടോറിയ രാജ്ഞിയുടെ അണ്ടറിലേക്ക് എന്ത് ചെയ്യാണ്, വരികയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ എന്ത് ചെയ്യണം, അവർ കംപ്ലീറ്റ് ആയിട്ട് അതുവരെ എന്ത് ചെയ്യാണ്, റെഗുലേഷൻസ് ആണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിൽ വിക്ടോറിയ രാജ്ഞിയുടെ റെഗുലേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത് മാറിയിട്ട് വിക്ടോറിയ രാജ്ഞിയുടെ ഡയറക്റ്റ് അണ്ടറിലേക്ക് വരികയാണ് ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കോളനി എന്ത് ചെയ്യാണ്, 1858 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, ഭരണത്തിന് കീഴിൽ വരികയും അതിൻ പ്രകാരം എന്ത് ചെയ്യാണ്, ഗവർണർ ജനറൽ എന്നുള്ള തസ്തിക മാറുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, വൈസ്രോയ് വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് കഴ്സൺ അല്ലേ, അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ ക്യാനിങ് പ്രഭു വരികയാണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ടെക്നോളജിക്കലി ഇന്ത്യക്ക് കുറേ അധികം അഡ്വാൻസ്മെന്റുകൾ ഈ ഒരു ഇതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. തപാൽ വകുപ്പ് വരുന്നുണ്ട്, ആർക്കിയോളജി വകുപ്പ് വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇന്ത്യയെ കുറേ അധികം കാര്യങ്ങൾ ഇന്ത്യ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, റിഗ്രസീവ് ആയിട്ട് അല്ലെ ചൂഷണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നോ? ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഈ പാരലലി അല്ലെ ഈ ഒരു ടൈമിൽ തന്നെ പാരലലി എന്ത് ചെയ്യാണ്, ഒരു നവോത്ഥാനം കൂടി അല്ലെ, ഇന്ത്യൻ മണ്ണിൽ ഒരു നവോത്ഥാനം കൂടി അല്ലെ വരികയാണ്. രാജാ റാം മോഹൻ റോയുടെ, ഈശ്വർചന്ദ്ര വിദ്യാസാഗറിന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ഒരു നവോത്ഥാനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അല്ലെ, ഇന്ത്യൻ അസോസിയേഷൻസ് പോലുള്ള സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ആനന്ദമോഹൻ ബോസിന്റെയും സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ അസോസിയേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ലണ്ടനിലല്ലേ, നമ്മുടെ ബ്രിട്ടനിൽ ദാദാഭായ് നവറോജി എന്ത് ചെയ്യാണ്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. പൂന സാർവജനിക് സഭ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ അസോസിയേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് മൂവ്മെന്റ്സ് അല്ലെ, വഹാബി മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാഴ്സികളുടെ മൂവ്മെന്റ് വരുന്നുണ്ട്, സിഖ് മൂവ്മെന്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ പാരലലി വളരെ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ എന്ത് ചെയ്യാണ്, ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ലാക്ക് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മൊത്തം ലാൻഡ് ഫോമിന്റെ ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റി അല്ലേ, ഒരു യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂന സാർവജനിക് സഭയെ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ തുടങ്ങുമ്പോഴും എല്ലാം അത് ഒരു വിഭാഗം ആൾക്കാരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ടൊരു സംഘടന എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ ഒരു സംഘടന അന്നൊന്നും പൊട്ടി വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം കിട്ടുന്ന ഒരു സംഘടന എന്ത് ചെയ്യേണ്ടത്, അത് ആവശ്യവുമായിരുന്നു. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ് അല്ലെ, ഫ്രീഡം ഫൈറ്റേഴ്സിന് ഏറ്റവും ഊർജം പകരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് സഹായിച്ച അല്ലെ, അതിനൊരു വേദി ഒരുക്കി കൊടുത്തത് ഒരു ബ്രിട്ടീഷുകാരൻ, നമുക്കറിയാം എ.ഒ. ഹ്യൂം, ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു സിവിൽ സർവന്റ് ആയിരുന്ന എ.ഒ. ഹ്യൂം ആണ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് സഹായിച്ച അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ വിദേശി എന്നറിയപ്പെടുന്ന ആരാണ്, എ.ഒ. ഹ്യൂം ആണ് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യണം, 1885 ഡിസംബർ 28 അല്ലെ, ഡിസംബർ 28 എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം നടക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ്, ബോംബെയിൽ അല്ലെ, ബോംബെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം നടക്കുകയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ബോംബെയിൽ നടക്കുന്ന സമയത്ത് അവിടെ എത്ര പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്, 72 ഡെലിഗേറ്റ്സ് അല്ലെ, 72 ഡെലിഗേറ്റ്സ് ആണല്ലോ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് റെപ്രസെന്റേഷനുമായിട്ട് എന്ത് ചെയ്യാണ്, 72 ഡെലിഗേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രസിഡന്റ് ആയിട്ട് വരുന്ന ആരാണ്, WC ബാനർജി അല്ലെ, WC ബാനർജി എന്ത് ചെയ്യാണ്, പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്യാണ്. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സമ്മേളനം എന്ന് പറയുന്നത് 1885 അല്ലെ, 85 ഇന്ത്യയുടെ
ഇന്ത്യയുടെ ജാതകം തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്ന എന്താണ് കെൽപ്പുള്ള ഒരു സംഘടനയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ INC എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പിന്നീടുള്ള എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളിലും എന്താണ് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻപന്തിയിൽ പ്രവർത്തിച്ചൊരു സംഘടന കൂടിയാണ് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് കൂടിയാണ് INCയുടെ രൂപീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം INCയുടെ രൂപീകരണത്തെ പറ്റി പറയുമ്പോൾ എന്താണ് ആദ്യകാലത്ത് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തന്നെ ആയിരുന്നു അല്ലല്ലേ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നുള്ളൊരു സംഘടന ആ പേരിലാണ് എന്ത് ചെയ്തത് നമ്മുടെ INCയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാണ് 1884 AO ഹ്യൂമാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നുള്ളൊരു സംഘടന സ്ഥാപിച്ചത്. അതെന്ത് ചെയ്യാണ് ഇതിന്റെ ഈ ഇന്ത്യൻ നാഷണൽ യൂണിയന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന ബംഗാൾ കേന്ദ്രമാക്കിയിട്ട് നമ്മുടെ ആനന്ദമോഹൻ ബോസും അതുപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജിയും കൂടി എന്ത് ചെയ്ത രൂപീകരിച്ചൊരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഭാഗവും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യുന്നത് 1885 എന്ത് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത്. ഇനി ഈ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഘടനയ്ക്ക് കൊടുക്കുന്നത്. ഇനി ഏതൊക്കെ സംഘടനകൾ ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗം പൂർണ്ണമായും എന്ത് ചെയ്യുന്നില്ല ഇത് ലയിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ എന്താണ് സമ്മേളനം ബോംബെയിൽ വെച്ച് നടക്കുമ്പോൾ ഇന്നത്തെ വളരെ പ്രമുഖനായിരുന്ന ഒരു നേതാവ് നമുക്ക് സ്ഥാപക നേതാവ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന സുരേന്ദ്രനാഥ ബാനർജി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്താണ് അദ്ദേഹം ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു ഓൾ ഇന്ത്യ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്താണ് തിരക്കിലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നത് പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇന്ത്യൻ നാഷണൽ യൂണിയനുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുള്ളൂ രൂപീകരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ് രൂപീകരിച്ച വർഷം എന്നാണ് 1885 ഡിസംബർ 22. നമുക്കറിയാം അല്ലേ ഈ വർഷങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് അതുകൊണ്ട് തന്നെ ഇനി ഇതൊന്നും ചോദിക്കില്ല എന്നൊക്കെ പറയാൻ കഴിയില്ല. നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എന്ത് ചെയ്യാം പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കുക അല്ലേ. ഇപ്പം അതാണല്ലോ PSC ഒരു ട്രെൻഡ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാടധികം ഫാക്റ്റുകൾ എന്ത് ചെയ്യും ചോദിക്കും. നമ്മുടെ എന്താണ് ഫാക്ച്വൽ ചെക്കപ്പ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. അപ്പം നമുക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ പോയിന്റ്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി 1885 എന്ത് ചെയ്യാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ എന്നാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കെല്ലാം അല്ലേ അത്തരത്തിലുള്ള സമരങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നത് നേതൃത്വം നൽകിയത് അല്ലേ. അതിന്റെ എന്താണ് ഒരു ബാഡ്ജിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാഡ്ജിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സമരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി സമ്മേളനമായ വേദി ഏതാണ് ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി ഏതാണ് ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് അല്ലേ. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് എന്ത് ചെയ്യുന്നത് ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഇനി അവിടെ വെച്ചിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൂനെയാണല്ലേ പ്ലാൻ ചെയ്തിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിന് വേദിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പൂനെയാണ്. പക്ഷെ എന്താണ് ആ സമയത്ത് അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് അല്ലേ. പ്ലേഗിന്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് കാരണം എന്ത് ചെയ്യാണ് പൂനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ് വേദി മാറ്റി ബോംബെ ആക്കി മാറ്റുകയാണ്. ഇനി നമുക്കറിയാം 72 പ്രതിനിധികളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പ്രതിനിധികളാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു മലയാളി കൂടിയുണ്ട് ബാരിസ്റ്റർ GP പിള്ള നമുക്കറിയാം അല്ലെ. മലയാളി മെമ്മോറിയൽ എന്താണ് ബാരിസ്റ്റർ GP പിള്ളയുടെ പേര് വളരെ പ്രസിദ്ധമാണ് അല്ലെ. 1891 എന്താണ് ബാരിസ്റ്റർ GP പിള്ള ശ്രീമൂലം തിരുനാളിൽ എന്ത് ചെയ്യാണ് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യാണ്
മലയാളികൾക്ക് അല്ലെ, മലയാളികൾക്ക് എന്താണ് തമിഴ് ബ്രാഹ്മണർക്ക് കൂടുതൽ ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ് ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ട് ബാരിസ്റ്റർ ജി പി പിള്ളയെ നമുക്കറിയാം. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി, അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന വ്യക്തി എന്ന് പറയുന്നത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ഈ പേര് നമുക്ക് എന്താണ് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഈ പേര് നമുക്ക് എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്കറിയാമല്ലേ, കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്, ദാദാഭായി നവറോജിയാണല്ലേ, ദാദാഭായി നവറോജിയാണ്. അദ്ദേഹമാണല്ലേ ഇന്ത്യയുടെ എന്താണ് വന്ധ്യ വയോധികൻ അല്ലേ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് 3 വട്ടം അല്ലേ ദാദാഭായി നവറോജി 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്. 3 വട്ടം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്. 1886, 1893, അതിനുശേഷം 1906 അങ്ങനെ 3 വട്ടം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് തന്നെയാണ്, ദാദാഭായി നവറോജി തന്നെയാണ്. നമുക്കറിയാം അല്ലേ, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്. ഇതെല്ലാം ആര് തന്നെയാണ്, ദാദാഭായി നവറോജിയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കുണ്ട്, ഏതാണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആരുടെ ബുക്കാണ്, ദാദാഭായി നവറോജിയുടെ ആണല്ലേ, ദാദാഭായി നവറോജിയുടെ ആണ്, അദ്ദേഹത്തിന്റെ ആണല്ലേ. അദ്ദേഹം ഒരു പാഴ്സി വംശജനായിരുന്നു അല്ലേ. അപ്പോൾ പാഴ്സി വംശജനായിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, ദാദാഭായി നവറോജി തന്നെയാണ് പ്രസിഡന്റായി വന്ന. അതെ, പാഴ്സി വംശജനായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്, ദാദാഭായി നവറോജി തന്നെയാണ്. അതുപോലെ തന്നെയാണ് അല്ലെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്, എന്താണ്, ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെ, ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം അല്ലെ, ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്, ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ചോർച്ച സിദ്ധാന്തമൊക്കെ പഠിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ സമ്പത്ത് പെൻഷന്റെ രൂപത്തിലും ശമ്പളത്തിന്റെ രൂപത്തിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ടാക്സേഷന്റെ രൂപത്തിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാരിൽ ലൂട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്ന് എന്ത് ചെയ്യണം, അദ്ദേഹം പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഡ്രെയിൻ സിവിൽ സർവൻറ്റുകളുടെ രൂപത്തിലും ഓഫീസേഴ്സിന്റെ രൂപത്തിലും ഒക്കെ ഇന്ത്യയുടെ തലച്ചോറുകളെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ ഊറ്റിയെടുത്തുകൊണ്ട് പോവുകയാണെന്നൊക്കെയുള്ള തിയറീസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആരാണ്, നമ്മുടെ ദാദാഭായി നവറോജിയാണ്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഏത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ചോർച്ച സിദ്ധാന്തം. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹം എന്ത് ചെയ്യണം, 2 പത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, 2 പത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 പത്രങ്ങൾ എന്ന് പറയുന്നത്, റാഫ്റ്റ് ഗോഫ്തർ. ഒന്നാമത്തെ പത്രം എന്ന് പറയുന്നത് റാഫ്റ്റ് ഗോഫ്തറും രണ്ടാമത്തത് ദി വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2 പത്രങ്ങൾ അല്ലേ. അദ്ദേഹത്തിന്റെ പേരിൽ 2 പത്രങ്ങളുണ്ട്. ഒന്ന് റാഫ്റ്റ് ഗോഫ്തറും മറ്റൊന്നാണ് ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2 പത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ദാദാഭായി നവറോജിയെ പറ്റി പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞു അല്ലേ, ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറഞ്ഞു, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ ദാദാഭായി നവറോജിയാണ് അല്ലേ. ദാദാഭായി നവറോജിയാണ് എന്ത് ചെയ്യുന്നത്, 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ അല്ലേ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ബ്രിട്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിട്ടുള്ള അല്ലെ, ബ്രിട്ടീഷ് പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച ആദ്യത്തെ വ്യക്തി ആര് തന്നെയാണ്, ദാദാഭായി നവറോജി തന്നെയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇലക്ഷനിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ മത്സരിച്ച് ജയിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യത്തെ ഇന്ത്യക്കാരനായ MP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അതും ദാദാഭായി
നവറോജ് തന്നെയാണ്. അപ്പോൾ എന്തെല്ലാം വിശേഷണങ്ങളാണ് അല്ലേ. എന്താണ് INCയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്, INCയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്, ഇന്ത്യയുടെ എന്താണ് വന്ധ്യവയോധികൻ അല്ലേ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ വളരെ എന്താണ് ഫേമസ് ആയിട്ടുള്ള പുസ്തകം എന്താണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അദ്ദേഹത്തിന്റെ എന്താണ് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതിനകത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചോർച്ചാ സിദ്ധാന്തം അല്ലേ, നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ എന്താണ്, ഇന്ത്യയുടെ സമ്പത്ത് പെൻഷന്റെ രൂപത്തിലും ശമ്പളങ്ങളുടെ രൂപത്തിലും എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ എന്താണ് അമിതമായ ടാക്സേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ എന്താണ് ഇതിന്റെ പുറത്ത് എന്ത് ചെയ്യാണ്, ഇന്ത്യക്കാരെ കൊള്ളയടിക്കുകയാണെന്ന് ആദ്യമായിട്ട് അവകാശപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിദ്ധാന്തത്തെ ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആര് തന്നെയാണ്, ദാദാഭായി നവറോജ് തന്നെയാണ്, ദാദാഭായി നവറോജ് തന്നെയാണ്. ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. ഇതെല്ലാം എന്ത് ചെയ്യുക, ഓർത്ത് വച്ചിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്, അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെ, നമുക്കറിയാം AO ഹ്യൂം എന്നറിയപ്പെടുന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെ, AO ഹ്യൂം എന്നറിയപ്പെടുന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെ, നമുക്കറിയാം ഒരു സിവിൽ സർവന്റ് ആയിരുന്നു അദ്ദേഹം. എന്താണ് ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷുകാരനായ സിവിൽ സർവന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ്, അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു അല്ലേ, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഓർണിത്തോളജി. അപ്പൊ ഓർണിത്തോളജി എന്ന് പറയുന്നത് എന്താണ്, ഈ പക്ഷിശാസ്ത്രം അല്ലെ, പക്ഷിശാസ്ത്രമാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. എന്ത്, നമ്മുടെ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും AO ഹ്യൂം തന്നെയാണ്. അതുകൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ നമുക്ക് സ്ഥാപക നേതാക്കളുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ആര് തന്നെ, അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, WC ബാനർജി. നമുക്കറിയാലോ, ഇത് കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, WC ബാനർജിയാണ്. നമുക്കറിയാം കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് എന്താണ് ബ്രിട്ടീഷ് രാജ്ഞി എന്ന് പറയുന്നത് വിക്ടോറിയ രാജ്ഞിയാണ്. അതിനുശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്, ബ്രിട്ടീഷ് PM ആരാണ്, സാലിസ്ബറി പ്രഭുവാണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് ഡഫ്രിൻ പ്രഭുവാണ്. എന്ത്, നമ്മുടെ ഇന്ത്യയുടെ വൈസ്രോയി ആ സമയത്ത് അല്ലെ 1885 കാലഘട്ടങ്ങളിലെ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ഡഫ്രിൻ പ്രഭുവാണ്. അതുപോലെ തന്നെ എന്താണ് 1858 എന്താണ് ആക്ട് പ്രകാരം എന്താണ് ഇന്ത്യക്ക് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെ, ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു അംഗത്തിനെ എന്ത് ചെയ്യും, ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആക്കി വെക്കും. അങ്ങനെ എന്താണ് ഒരു പദവി ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആ സമയത്ത് ആരായിരുന്നു, റാൻഡോൾഫ് ചർച്ചിൽ അല്ലെ, ലോർഡ് റാൻഡോൾഫ് ചർച്ചിനായിരുന്നു ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ INCയുടെ രൂപീകരണ സമയത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ അല്ലെ, പദവിയിലിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ എന്താണ്, രാജ്ഞി വിക്ടോറിയ ആയിരുന്നു, വിക്ടോറിയ രാജ്ഞി. നമുക്കറിയാം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സാലിസ്ബറി പ്രഭുവാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ഡഫ്രിൻ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്ഥാനത്തിരുന്ന വ്യക്തി ആരാണ്, റാൻഡോൾഫ് ചർച്ചിലാണ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് റാൻഡോൾഫ് ചർച്ചിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്താണ് നമ്മൾ നോക്കുന്നത്, ഇനി ആദ്യത്തെ സമ്മേളനത്തിൽ ആകെ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 എണ്ണം ആയിരുന്നു. ആകെ 9 പ്രമേയങ്ങളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവതരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് നമ്മുടെ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ ആകെ 9 പ്രമേയങ്ങൾ അവതരിക്കപ്പെട്ടു. അതിൽ ആദ്യത്തെ പ്രമേയം എന്താണ്, ഈ
INC-യുടെ രൂപീകരണ സമ്മേളനത്തിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ അല്ലേ? ജി സുബ്രഹ്മണ്യ അയ്യറാണ്. നമുക്കറിയാലോ ഹിന്ദു പത്രത്തിന്റെ അല്ലെ, നമ്മുടെ ഹിന്ദു പത്രത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു അല്ലെ, സ്ഥാപിച്ചത് ഹിന്ദു പത്രം സ്ഥാപിച്ചത് ആരായിരുന്നു? ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? ലേറ്റർ സ്റ്റേജിൽ കുറച്ചുകൂടെ എന്താണ് 1890 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എന്ത് ചെയ്യണം, അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഹിന്ദു പത്രത്തിന്റെ എന്താണ് ഈ ഒരു എന്താണ് ആ ഒരു എന്താണ് ബോർഡ് ഓഫ് മെമ്പേഴ്സിന് അത് എന്ത് ചെയ്യാണ്, അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജി സുബ്രഹ്മണ്യ അയ്യർ അദ്ദേഹം എന്താണ് നമുക്കറിയാം ഹിന്ദുവിന്റെ അല്ലെ, ഹിന്ദു പത്രത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു എന്ത് ചെയ്യുന്നത്? INC-യുടെ രൂപീകരണ സമ്മേളനത്തിലെ ആദ്യത്തെ പ്രമേയം ആകെ 9 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചതെന്ന് പറയുന്നത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. ഇനി എന്താ INC-ക്ക് എന്താണ് ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് ഇംഗ്ലണ്ടിലാണ് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1889 1889 എന്ത് ചെയ്യാണ് നമ്മുടെ INC-യുടെ ബ്രിട്ടീഷ് കമ്മിറ്റി എന്ത് ചെയ്യാണ് നമ്മുടെ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിൽ രൂപീകരിക്കപ്പെട്ടു 1889 അല്ലെ. വില്യം വെദർബേൺ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, അത് രൂപീകരിച്ചത് അല്ലെ. വില്യം വെദർബേൺ ആയിരുന്നു ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. വില്യം വെദർബേൺ ആയിരുന്നു. ഈ വില്യം വെദർബേണിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശിയാണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന രണ്ട് തവണ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വിദേശി ആര് തന്നെയാണ്? വില്യം വെദർബേൺ തന്നെയാണ്. 1889 ബോംബെ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പ്രസിഡന്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ 1910 അലഹാബാദ് സമ്മേളനത്തിലും. അപ്പോൾ വില്യം വെദർബേൺ അല്ലെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട് 1889 ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെടുന്നു. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വില്യം വെദർബേൺ ആണ്. അതേ സമയത്ത് എന്താണ് ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര് തന്നെയായിരുന്നു? വില്യം വെദർബേൺ ആയിരുന്നു. അദ്ദേഹം ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന രണ്ടാമത്തെ വിദേശിയാണ് ആര്? വില്യം വെദർബേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി ആര് തന്നെയാണ്? വില്യം വെദർബേൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ വിദേശി എന്ന് പറയുന്ന ആരാണ്? ജോർജ് യൂൾ ആണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് ജോർജ് യൂൾ ആണ്. എന്നാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്? 1888 അലഹാബാദ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് ജോർജ് യൂള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശിയായ പ്രസിഡന്റ് ആയിട്ട് മാറുന്നത് 1888. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ഇന്ത്യ എന്നായിരുന്നു അതിന്റെ പേര്. എന്നാണത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? 1890 ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ നിന്നും എന്ത് ചെയ്തു? ഒരു പത്രം പ്രസിദ്ധീകരിച്ചു. എന്തായിരുന്നു ആ പത്രത്തിന്റെ പേര്? എന്തായിരുന്നു? ഇന്ത്യ എന്നായിരുന്നു ആ പത്രത്തിന്റെ പേര്. 1890 അല്ലേ 1890 എന്ത് ചെയ്യാണ് ആ പത്രം ലണ്ടനിൽ നിന്ന് എന്ത് ചെയ്യാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നുണ്ട്. ഇനി 1888 ജോർജ് യൂള് എന്ത് ചെയ്യാണ് ഇവിടെ INC-യുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യാണ് INC-യുടെ ഒരു ശാഖ ആരംഭിച്ചു. എന്താണ്? ഒരു ബ്രാഞ്ച് അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട്. ആരാണത്? വില്യം ഡിഗ്ബി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അല്ലെ. ഒരു ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്യുന്നുണ്ട് 1888 എന്ത് ചെയ്യുന്നുണ്ട് INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യാണ് ഇംഗ്ലണ്ടിൽ
ആരംഭിക്കുന്നുണ്ട്. ആരാണ് അത് സ്ഥാപിക്കുന്നത്? വില്യം ഡിഗ്ബി എന്നാണ് 1888. അപ്പൊ INC ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1889. അതിനു മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ശാഖ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? INC ഒരു ബ്രാഞ്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഇത്രയും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ബ്രിട്ടീഷ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രാഞ്ചും ഉണ്ടായിരുന്നു അല്ലെ? INC ഒരു ബ്രാഞ്ചും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് കമ്മിറ്റി സ്ഥാപിച്ചത്, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വില്യം വെതർബേൺ ആയിരുന്നു. എന്താണ് ബ്രിട്ടീഷ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പത്രം എന്ന് പറയുന്നത് ഇന്ത്യ 1890 ഇന്ത്യ എന്ന് പറയുന്ന പത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. 1888 ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യാണ്? INC ഒരു ശാഖ, ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നുണ്ടായിരുന്നു. ആരാണ്? വില്യം ഡിഗ്ബി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്? ഒരു ശാഖ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംഗ്ലണ്ടിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 1888 എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. അപ്പൊ എന്താണ്? UIPA എന്ന് പറയുന്നതാണ് ഒരു സംഘടന. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ, യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചതിന്റെ കാര്യം എന്തായിരുന്നു? ഇപ്പൊ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള വ്യക്തികൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന അതിനകത്ത് കൂടുതലും ഹിന്ദുക്കളുടെ ഒരു മെജോറിറ്റി ഉണ്ടായിരുന്നെന്നും അതൊരിക്കലും ഒരു സെക്യുലർ പാർട്ടി അല്ലായിരുന്നു എന്നും വിശ്വസിച്ചിരുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം എന്ത് ചെയ്യാണ്? അപ്പൊ അതിനെതിരെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ മുസ്ലിംസിന് എന്ത് ചെയ്യില്ല, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്ത് ചെയ്യില്ല, പ്രാതിനിധ്യം ഉണ്ടാവില്ല എന്നെന്ത് ചെയ്തു? അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അതിനെതിരെ NSC ഫോം ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെ അദ്ദേഹം തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു ഏത്? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1888 എന്ത് ചെയ്തു? അദ്ദേഹം ആരംഭിച്ച സംഘടനയായിരുന്നു ഏത്? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം ഉണ്ടല്ലോ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിദ്ധാന്തം ഉണ്ട്. എന്താണത്? സേഫ്റ്റി വാൽവ് തിയറി എന്നറിയപ്പെടുന്ന സുരക്ഷാ വാൽവ് തിയറി അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തിയറി. എന്താണ് ഈ തിയറി പറയുന്നത്? ഈ സുരക്ഷാ വാൽവ് തിയറി അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി പ്രധാനമായും പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം INC ഫോം ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യക്കാരെ വളരെയധികം അടിച്ചമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്ത് INC തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആണ് അല്ലെ, നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വൈസ്രോയി ഉണ്ടായിരുന്നു, ലിട്ടൺ പ്രഭു കേട്ടുണ്ടായിരിക്കും അല്ലെ? വെർണാക്കുലർ പ്രസ് ആക്ട്, അതുപോലെ തന്നെ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം 20 എന്ന വയസ്സിൽ നിന്ന് എന്ത് ചെയ്തു? കുറച്ച് 19 വയസ്സാക്കി മാറ്റി. അങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംസ് ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് അധികം ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വൈസ്രോയി ആയിരുന്നു ലിട്ടൺ പ്രഭു എന്ന് പറയുന്നത്. ഇപ്പൊ പുള്ളി അതിനുശേഷം വന്ന ആളാണ് അതിനുശേഷം വന്നിട്ടുള്ള ആളാണ് ഡഫ്രിൻ പ്രഭു എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഡഫ്രിന് മുന്നേ റിപ്പൺ വന്നിട്ടുണ്ട്. ലിട്ടണിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളായിരുന്നു റിപ്പൺ എന്ന് പറയുന്നത്. ഇപ്പൊ ലിട്ടൺ ചെയ്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തത്? തിരിച്ച് മാറ്റി ചെയ്തത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡഫ്രിൻ ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്? പ്രധാനമായിട്ട് ഇപ്പൊ ഈ റിപ്പൺ പ്രഭു വന്നപ്പോൾ പ്രധാനമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ഫാക്ടറി ആക്ടുകൾ 1884 ഒന്നാം ഫാക്ടറി ആക്ട് പോലുള്ള ഫാക്ടറി ആക്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫാക്ടറി ആക്ടുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫാക്ടറികളിൽ പണിയെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ ഫാക്ടറി ആക്ടിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഉള്ള ആൾക്കാർ ഇതിനെ കണ്ടിരുന്നത്, ഈ ഫാക്ടറി ആക്ട് പോലുള്ള കാര്യങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഇന്ത്യക്കാരുടെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അല്ലേ? അപ്പൊ കുട്ടികളെ കൂടി എന്ത് ചെയ്യും? ഇവർ ഫാക്ടറിയിൽ പണിയെടുപ്പിക്കുക, കിട്ടുന്ന കാശ് കൊണ്ട് എന്ത് ചെയ്യും? ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ ഫാക്ടറി ആക്ട് കുട്ടികളെ ഫാക്ടറിയിൽ പണിയെടുപ്പിക്കുന്നത് തടഞ്ഞപ്പോൾ
ഇപ്പോൾ 9 വയസ്സിനോ 8 വയസ്സിനോ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫാക്ടറിയിൽ പണിയെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, നല്ല കാര്യം, ഇപ്പം ചിന്തിക്കുമ്പോൾ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അന്നൊക്കെ എന്താണ് അവരത് കണ്ടിട്ടുണ്ടായിരുന്നത്, എന്താണ് വളരെ എന്താണ് റിഗ്രസീവ് ആയിട്ടുള്ള റൂൾസ് ആയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ സതി നിർത്തലാക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ റിലീജിയസ് ആയിട്ടുള്ള എന്താണ് ഇങ്ങനത്തെ കുറേ എന്താണ് വൃത്തികെട്ട പ്രാക്ടീസസ് എന്താണ് അന്ന് എന്താണ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നിരോധിക്കുമ്പോഴെല്ലാം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും അതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എന്താണ് കാര്യമായിട്ട് എന്താണ് പലരും നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം എന്താണ് വളരെയധികം ഒപ്രഷൻ സഹിച്ച് എന്ത് ചെയ്യാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ എന്താണ് പ്രഷർ ചെയ്ത് ഇപ്പം നമ്മളെ തന്നെ എന്ത് ചെയ്യാണ് ഒരു വീട്ടിലൊരു മുറിക്കകത്ത് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഫ്രീഡം ഒന്നും തരുന്നില്ല, നമ്മുടെ എന്താണ് കുറേ അധികം കാര്യങ്ങൾ നമ്മളെല്ലാം അല്ലാതെ എന്താണ് ഇറിറ്റേറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിടയിൽ എന്താണ് ഒരു പ്രഷർ ഫീൽ ചെയ്യും അല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ മുറി തുറന്ന് ഓടാനുള്ള ഒരു പ്രഷർ എന്ത് ചെയ്യും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ മുറിക്കകത്ത് അടച്ചിരുന്ന് പഠിച്ച് എന്ത് ചെയ്യണം, നമുക്ക് ജോലി എന്നുള്ളൊരു സാധനം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ തലയിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വരാൻ പാടുള്ളൂ. നമുക്ക് എന്താണ് കുറച്ചൊക്കെ ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സഹിക്കാം. ഇപ്പോഴത്തെ കാര്യത്തിൽ നമ്മുടെ എന്താണ് നമ്മുടെ ജോലി എന്നുള്ള ഒരു എയിമിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് എന്താണ് പഠിക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഒപ്രഷൻ എല്ലാം എന്താണ് ഇത് എവിടെയെങ്കിലും എന്ത് ചെയ്യണം, പോകണം അല്ലേ. നമുക്ക് ഒരാളോട് എന്ത് ചെയ്യണം, ഭയങ്കരമായൊരു ദേഷ്യം തോന്നിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ദേഷ്യം നമുക്ക് എവിടെയെങ്കിലും എന്താണ് ഒരു ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കുറേയൊക്കെ എന്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അതുപോലെ എന്ത് ചെയ്യണം, INC എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു സിവിൽ സർവൻ്റ് ആയിട്ടുള്ള ഡഫറിൻ പ്രഭു ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മേൽക്കൈ എടുക്കുന്നത് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്യാണ്, മുൻകൈ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് INC ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ സുരക്ഷാ വാൽവ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ എന്താണ് ഇത്തരത്തിലുള്ള ഈ സപ്രഷൻ കാരണം ഉണ്ടാകുന്ന ഈ ഒരു പ്രഷറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തന്നെ അങ്ങനെ തന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് INC എന്ന് പറയുന്നതാണ് എന്ത് ഈ സുരക്ഷാ വാൽവ് തിയറി എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ അവരുടെ എന്താണ് ഭരണത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യക്കാരുടെ ഈ പ്രതിഷേധങ്ങളെല്ലാം എന്താണ് തുറന്നു പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഒരു ഓപ്പണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ചെയ്തു കൊടുത്ത അല്ലേ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യാണ് ഇന്ത്യക്കാരുടെ സഹായത്തോടു കൂടി ചെയ്തു കൊടുത്തതാണ് എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിനെയാണ് എന്ത് പറയുന്നത് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ആ ഒരു സിദ്ധാന്തമാണ് എന്ത് പറയുന്നത് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ലേറ്റർ സ്റ്റേജിൽ എന്താണ് സൂരറ്റ് സ്പ്ലിറ്റ് ഒക്കെ നടക്കുമ്പോൾ 1907 സൂരറ്റ് സ്പ്ലിറ്റ് നടന്നതിന് ശേഷം INCയുടെ ഒരു പിളർപ്പ് നടന്നതിന് ശേഷം എന്താണ് ഈ സേഫ്റ്റി വാൽവ് തിയറിയെ പ്രധാനമായിട്ടും പോപ്പുലറൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്, ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരുപാടധികം എന്ത് ചെയ്തിട്ടുണ്ട് ഈ സേഫ്റ്റി വാൽവ് തിയറി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഏത് ഈ ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പോൾ സുരക്ഷാ വാൽവ് തിയറി എന്താണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. എന്തിനാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ എന്താണ് ദേഷ്യം അല്ലെ ഇന്ത്യക്കാരുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ എന്ത് ചെയ്യാണ് തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബ്രിട്ടീഷുകാർ മുൻകൈ എടുത്ത് എന്ത് ചെയ്യാണ് നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് INC എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെയാണ് നമ്മൾ സുരക്ഷാ വാൽവ് തിയറി അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ലേറ്റർ സ്റ്റേജിൽ എന്താണ് ലാലാ ലജ്പത് റായ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ഒത്തിരി അധികം എന്ത് ചെയ്യുന്നു പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എപ്പോഴാണ് സൂരറ്റ് സ്പ്ലിറ്റ് നടന്നതിന് ശേഷം അത് നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ പഠിക്കും. ഇനി INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്, ആനി ബസന്റ്. നമുക്കറിയാം അല്ലേ 1917 എന്താണ് സമ്മേളനത്തിൽ കൽക്കട്ട സെക്ഷനിൽ അല്ലേ ആനി ബസന്റ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് നമ്മുടെ INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് മാറുന്നത് 1917 സെക്ഷനിൽ ആനി ബസന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ് ആദ്യത്തെ വിദേശ വനിത നമുക്കറിയാം അല്ലെ ആനി ബസന്റ് എന്ന് പറയുന്നത് അയർലൻഡുകാരിയാണ്. അവരുടെ എന്താണ് INCയുടെ ആദ്യത്തെ വിദേശ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ് ആനി ബസന്റ് തന്നെയാണ് അല്ലെ. ആനി ബസന്റ് അടയാറ് കേന്ദ്രമാക്കി ചെന്നൈയിൽ അടുത്തുള്ള അല്ലെ മെഡ്രാസിനടുത്തുള്ള അടയാറ് കേന്ദ്രമാക്കിയിട്ട് സ്ഥാപിച്ച സംഘടന ഏതാണ്, അടയാറ് കേന്ദ്രമാക്കി നമ്മുടെ ആനി ബസന്റ് അടയാറ് കേന്ദ്രമാക്കി ചെന്നൈക്ക് അടുത്തുള്ള അടയാറ് കേന്ദ്രമാക്കിയിട്ട് സ്ഥാപിച്ച സംഘടന ഏതാണ്, ഏതാണ്
കിട്ടിയോ? യെസ്, തിയോസോഫിക്കൽ സൊസൈറ്റി അല്ലെ, തിയോസോഫിക്കൽ സൊസൈറ്റി അല്ലെ. ശരിക്കും പറഞ്ഞാൽ അത് എന്താണ്, അടയാറിലാണോ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്? അല്ലല്ലേ, യു എസ് ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് ഒരു കമ്പനി, ഒരു സംഘടനയാണല്ലേ തിയോസോഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്, അത് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന വ്യക്തിയാണ് ആനി ബെസന്റ് എന്ന് പറയുന്നത് അല്ലേ. ആനി ബെസന്റ്, കേണൽ ഓൾക്കോട്ട് അല്ലേ, കേണൽ ഓൾക്കോട്ട് സ്ഥാപിക്കുന്ന തിയോസോഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് അത് എന്താണ്, ഇന്ത്യയിൽ അടയാറ് കേന്ദ്രമാക്കി അതെന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്ന വ്യക്തിയാണ്. തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്ന വ്യക്തിയാണ് ആനി ബെസന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഹോം റൂൾ മൂവ്മെന്റ് അല്ലെ, ഹോം റൂൾ മൂവ്മെന്റ് എന്താണ് 1917 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യാണ്, പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, സ്വയം ഭരണാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോണോമസ് ഗവൺമെന്റ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സരോജിനി നായിഡുവിന്റെയും ആനി ബെസന്റിന്റെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബാലഗംഗാധര തിലകിന്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണല്ലേ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്, ആനി ബെസന്റ് എന്ന് പറയുന്നത്. കോമൺവീൽ അല്ലേ, കോമൺവീൽ എന്താണ് നമ്മുടെ ആനി ബെസന്റ് സ്ഥാപിച്ച ഒരു പത്രമാണ് ഇത്, കോമൺവീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി INC അല്ലെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആദ്യത്തെ വിദേശ വനിതാ പ്രസിഡന്റും ആനി ബെസന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ INCയുടെ ആദ്യത്തെ എന്താണ് ഇന്ത്യൻ വംശജയായിട്ടുള്ള വനിതാ പ്രസിഡന്റ് ആരാണ്, നമ്മുടെ സരോജിനി നായിഡു അല്ലെ, സരോജിനി നായിഡു. 1925 എന്ത് ചെയ്യുന്നത്, സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. അതിന് തൊട്ട് മുന്നേ എന്താണ് 1924 എന്താണ് ബെൽഗോം സെക്ഷൻ അല്ലെ, എന്താണ് ഗാന്ധിജി അല്ലേ, ഗാന്ധിജി പ്രസിഡന്റ് ആകുന്ന INCയുടെ ഒരേ ഒരു സമ്മേളനമാണ് ഇത് 1924 സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം INCയുടെ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായ പ്രസിഡന്റ് എന്ന് പറയുന്നത് 1888 ആരായിരുന്നു, ജോർജ് യൂൾ അല്ലെ, ജോർജ് യൂൾ ആയിരുന്നു. അതുപോലെ തന്നെ INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു, ബദറുദ്ദീൻ ത്വയാബ്ജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് അല്ലെ, മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നത് ബദറുദ്ദീൻ ത്വയാബ്ജി ആയിരുന്നു. 1887 മെഡ്രാസിൽ വെച്ചിട്ട് അല്ലെ, മദ്രാസ് സെക്ഷനിലായിരുന്നു. 1887 മദ്രാസ് സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബദറുദ്ദീൻ ത്വയാബ്ജി എന്ത് ചെയ്യുന്നത്, INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേൽക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ 1887 നടന്ന ഒരു 1887 നടന്ന ഈ ഒരു സെഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന INCയുടെ ആദ്യത്തെ എന്താണ് സമ്മേളനം എന്തായിരുന്നു, ഈ 1887 ബദറുദ്ദീൻ ത്വയാബ്ജി എന്ന് പ്രസിഡന്റായി മാറിയ 1887 ആനുവൽ സെഷൻ ആയിരുന്നു ഏത്, നമ്മുടെ INCയുടെ ആദ്യത്തെ എന്താണ് സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ആരായിരുന്നു INCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, ആചാര്യ JB കൃപലാനി അല്ലെ, JB കൃപലാനി ആയിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി INCയുടെ എന്താണ് ഒഫീഷ്യൽ ചരിത്രകാരൻ എന്ന് പറയുന്ന ആരാണ്, പട്ടാഭി സീതാരാമയ്യയാണ് നമ്മുടെ INCയുടെ ഒഫീഷ്യൽ ചരിത്രകാരൻ എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ഇനി അദ്ദേഹം എഴുതിയ ബുക്ക് ഏതാണ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പട്ടാഭി സീതാരാമയ്യ എഴുതിയ ബുക്ക് ഏതാണ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്, പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മുടെ 1938 എന്താണ് ഹരിപുര സെഷനിൽ നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച എന്തായിരുന്നു വ്യക്തി കൂടിയായിരുന്നു ആര്, പട്ടാഭി സീതാരാമയ്യ അല്ലേ. നമ്മുടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബുക്കാണ് എന്ത് ചെയ്തത് അദ്ദേഹം, പട്ടാഭി സീതാരാമയ്യ എഴുതിയത്. ഇനി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന്
എന്താണ് ആമുഖം എഴുതി കൊടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്താണ് ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ് ആമുഖം എഴുതിയത്, ഇൻട്രൊഡക്ഷൻ അല്ലേ, ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം എഴുതിയിട്ടുണ്ടായിരുന്നത്, ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നേ. അപ്പൊ എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് എന്തായിരുന്നു, ആചാര്യ JB കൃപലാനി ആയിരുന്നു. ഇനി എന്താണ് ഐ എൻ സിയുടെ ഒഫീഷ്യൽ ചരിത്രകാരൻ, ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്, ഹിസ്റ്റോറിയൻ ഓഫ് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്, പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം എഴുതിയ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന്റെ ആമുഖം എഴുതിയതെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആമുഖം എഴുതിയ, ആ ബുക്കിന്റെ ആമുഖം എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു 1885 ഇത് ഫോം ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്, ഇന്ത്യയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു സൗഹൃദ ബോധം വളർത്തുക. അപ്പൊ ഇതുവരെ എന്താണ് ചിന്നി കിടക്കുകയാണ് അല്ലെ, ഒരുപാടധികം സംഘടനകളുണ്ട്, ഒരുപാടധികം മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ ബംഗാൾ കേന്ദ്രമാക്കി, അതുപോലെ തന്നെ എന്താണ് ബോംബെ കേന്ദ്രമാക്കി, പഞ്ചാബ് കേന്ദ്രമാക്കി, എന്താണ് ഒത്തിരി അധികം സംഘടനകളുണ്ട്, ഒത്തിരി അധികം മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും എന്താണ് ഒരു യൂണിറ്റി ഇല്ലല്ലേ, ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്താണ് പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, ഈ പല സ്ഥലങ്ങളിലായിട്ട് ലക്നൗ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു, കാൺപൂർ കേന്ദ്രീകരിച്ചു, ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെ എന്ത് ചെയ്യാണ് യുദ്ധങ്ങൾ, അല്ലെങ്കിൽ എന്താണ് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ എന്താണ് ഒരു റിഗ്രസീവ് ആയിട്ടുള്ള തോട്ടാണ് അല്ലേ. ഈ 1857 എന്താണ് ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത് എന്താണ് അവരെന്താണ് മുഗൾ ഭരണത്തിലേക്ക് തിരിച്ചു പോകണം. ഷാ ആലമിനെ എന്ത് ചെയ്യാണ് നമ്മുടെ അടുത്ത ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്യാണ്, അടുത്ത ഒരു എന്താണ് ഒരു ഇതിന്റെ യൂണിറ്റി കാണിക്കാൻ വേണ്ടി കാണിച്ചെന്ന് പറഞ്ഞാൽ റിഗ്രസീവ് ആയിട്ടുള്ള തോട്ടാണ് അല്ലെ, മുന്നോട്ട് പോകണം എന്നല്ല. അതുപോലെ തന്നെ ഇതിൽ എന്താണ് യുദ്ധം ചെയ്ത ഓരോരുത്തർക്കും എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഓരോ ഗെയിനുകളും ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണണം. അതുപോലെ തന്നെ സൗത്ത് ലെസ് അഫക്റ്റഡ് ആയിരുന്നു, പഞ്ചാബ് പോലുള്ള റീജിയനുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കലാപം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്ലച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം എന്താണ് ഒരു ഇന്ത്യ മുഴുവൻ എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എന്നുള്ളൊരു സ്വഭാവം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ശിപ്പായി ലഹളയ്ക്കൊന്നും ഇല്ലാതിരുന്നത് എന്താണ് അതിന്റെ പരാജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ എന്താണ് അത്തരം എന്താണ് ഇതിനു മുന്നേ അല്ലെ, ഹിസ്റ്ററിയിൽ ഇതിനു മുന്നേ നടന്ന എന്താണ് ഇത്തരം മൂവ്മെന്റ്സുകളെല്ലാം പരാജയത്തിലേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തായിരുന്നു, സൗഹൃദ ബോധം അല്ലെ, ഒരു ഇന്ത്യ ഒന്നാണെന്നും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിലെ ജനങ്ങൾക്കെല്ലാം ഒരുപോലെ ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്നുള്ളൊരു എന്താണ് ഒരു തോട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതിന്റെ പരാജയങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, ഇനി ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ദേശീയ ബോധം വളർത്തുക എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭാരതം, ഇന്ത്യ ഇനി ഭാരതമാണല്ലേ, എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എന്നുള്ളൊരു ബോധം അല്ലെ, ആ ഒരു ദേശീയതാ ബോധം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രാദേശികമായിട്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും എന്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ജാതി മത ചിന്തകളല്ലേ, അപ്പം നമുക്കറിയാം ഇത് നമ്മൾ INC ഫോം ചെയ്തപ്പോൾ പോലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. ഇത്തരം എന്താണ് ഈ ഒരു ഒബ്സ്റ്റക്കിളിനെ അല്ലെ, മനുഷ്യന്റെ മനസ്സിനകത്തുള്ള ഈ ഒരു എന്താണ് റെസ്ട്രിക്ഷനെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ദേശീയതാ ബോധം വളർത്തുക എന്നുള്ളത് നമ്മുടെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇനി മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ആദ്യത്തെ എന്താണ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് എന്താണ് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം മൂവ്മെന്റ്സും സംഘടനകളെ എല്ലാം എന്താണ് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക.
അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇവർക്കിടയിലെല്ലാം എന്താണ് ഒരു കണക്ഷൻ കൊണ്ടുവരിക, ഒരു സൗഹൃദ ബോധം വളർത്തുക എന്നുള്ളത് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്, ജനങ്ങൾക്കിടയിൽ എന്താണ് ഒരു ദേശീയതാ ബോധം, അല്ലെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണെന്നും ഇന്ത്യയുടെ എന്താണ് ഫ്രീഡം വേണ്ടത്, അല്ലെ, ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്കുള്ള അവകാശത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ദേശീയതാ ബോധമാണ്. അപ്പൊ അത് വളർത്തുക എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ എന്താണ്, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത്. ഇനി INCയുടെ എന്താണ് രൂപീകരണം തന്നെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൊണ്ടുവന്നത്, അല്ലെ. അതുവരെ എന്താണ് അസംഘടിതമായി പല കോണുകളിലായി നടന്നുകൊണ്ടിരുന്ന, അല്ലെ, ഒറ്റപ്പെട്ട ശബ്ദങ്ങളെല്ലാം എന്ത് ചെയ്യാണ് ഒരു കുടക്കീഴിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരുമിച്ച് എന്താണ് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്താണ് ഒരു ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭങ്ങളെല്ലാം എന്താണ് ഒരു ദേശീയ പ്രസ്ഥാനം എന്ന് നമുക്ക് വിളിക്കാം. ഇനി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെ, നമുക്കറിയാം 1885 മുതൽ എന്താണ് 1947 വരെ എന്ത് ചെയ്യാണ് ഒരേ രീതിയിൽ നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് INC എന്ന് പറയുന്നത്. ഇതിന്റെ ഹിസ്റ്ററിയെ നമുക്ക് പ്രധാനമായിട്ടും 3 കാലഘട്ടങ്ങളായിട്ടാണ് തിരിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം ആദ്യത്തേതെന്ന് പറയുന്നത് മിതവാദി ദേശീയതയുടെ കാലം എന്ന് പറയുന്നത് മോഡറേറ്റ് ഫേസ് അല്ലെങ്കിൽ മിതവാദി ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ് പ്രധാനമായിട്ടും മിതവാദി ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്, ഇതിന്റെ നേതാക്കളെല്ലാം എന്തായിരുന്നു വളരെ എന്താണ് ഒരുപാട് അങ്ങനെ തീവ്രമേക്ക നിലപാടുകൾക്ക് അടുപ്പിക്കാതെ എന്ത് ചെയ്യാണ് PPP മോഡൽ പ്രക്ഷോഭങ്ങൾ എന്ന് പറയും. പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ്, അതാണ് ഈ PPP എന്ന് പറയുന്നത്. പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്ന് പറയും. അപ്പൊ എന്താണ് ഈ മോഡറേറ്റ് ഫേസിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ദിൻഷായി വാച്ച, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ മിതവാദികളുടെ നേതാവ് നമുക്ക് പറയാൻ കഴിയും, അല്ലെ. അങ്ങനെയുള്ള എന്താണ് കുറെ ആൾക്കാരായിരുന്നു പ്രധാനമായിട്ട് ഈ മിതവാദി ദേശീയതയുടെ വക്താക്കൾ എന്ന് പറയുന്നത്. ഫിറോസ് ഷാ മേത്ത, അതുപോലെ തന്നെ എന്താണ് ഗോപാലകൃഷ്ണ ഗോഖലെ, ദിൽഷായി വാച്ച, അങ്ങനെയുള്ള കുറെ അധികം നേതാക്കളാണ് എന്ത് ചെയ്യുന്നത് മോഡറേറ്റ് ഫേസിൽ കൂടുതലായിട്ട് എന്ത് ചെയ്തിരുന്നത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇവർക്ക് എന്താണ് ഒരു തീവ്രമായിട്ടുള്ള ഒരു നിലപാടില്ല. അവർ പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവലംബിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് PPP മോഡലാണ്. പ്രയർ പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. ആദ്യം എന്ത് ചെയ്യും പോയി ഒന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പോയി പറഞ്ഞു നോക്കും, നിങ്ങൾ ഈ ടാക്സ് ഒക്കെ ഇങ്ങനെ കൂട്ടണ മോശമല്ലേ, ഒന്ന് കുറച്ച് തരുമോ, എന്ത് ചെയ്യും ആദ്യം പോയി ഒന്ന് പറഞ്ഞു നോക്കും. എന്നിട്ട് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു പെറ്റീഷൻ എല്ലാവരും കൂടെ എന്താണ് എഴുതി ഒപ്പിട്ട് ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുക്കും. ഇനിയും എന്നിട്ടും കാര്യം നടന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പ്രൊട്ടസ്റ്റിലേക്ക് പോകുള്ളൂ. ഇനി ഇവരുടെ പ്രൊട്ടസ്റ്റ് എന്തായിരുന്നു, ഒരിക്കലും നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതല്ല. ഈ മിതവാദി ദേശീയതയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് പ്രൊട്ടസ്റ്റുകളൊന്നും എന്താണ് നിയമലംഘനങ്ങളൊന്നും എന്ത് നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഈ ഒരു മിതവാദം തന്നെ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഒരു രീതി അവലംബിച്ചത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു മിതവാദി ദേശീയതയുടെ കാലഘട്ടത്തിൽ ഒന്നും നടന്നിട്ടില്ല, പ്രത്യേകിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കിട്ടിയ 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാം, അതുപോലെ തന്നെ ഗിൽബർട്ട് ബിൽ, അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു മോഡറേറ്റ് ഫേസിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനൊരു ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിനുശേഷം വന്നിട്ടുള്ള കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ചും കൂടെ എക്സ്ട്രീം കാര്യങ്ങൾ എക്സ്ട്രീം ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന കുറെ വ്യക്തികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ പ്രക്ഷോഭങ്ങളെയാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം അല്ലെങ്കിൽ എക്സ്ട്രീം ഫേസ് എന്ന് പറയുന്നത്. മറ്റേതെന്താണ് മിതവാദികളുടെ മോഡറേറ്റ് ഫേസ്, തീവ്ര ദേശീയത എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഫേസ്, അല്ലെ. 1905 മുതൽ 17 വരെയുള്ള, അല്ലെ. 17ന്റെ പ്രത്യേകത നമുക്കറിയാലോ, ചമ്പാരനിൽ തുടങ്ങി എന്ത് ചെയ്യാണ് ഗാന്ധിജിയുടെ സമര മാതൃകയുടെ ഒരു യുഗം
തുടങ്ങുന്നത് 17-ലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് 1905 മുതൽ 17 വരെയുള്ള കാലഘട്ടങ്ങളെ എന്താണ് പറയുന്നത്, എക്സ്ട്രീം ഫേസ് അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്? സ്വദേശി മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ, സ്വദേശി മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെന്താണ്, ബംഗാൾ പാർട്ടീഷൻ എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ. 1905 നടന്നിട്ടുള്ള എന്താണ് ബംഗാൾ പാർട്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്തെന്നാണ്. വീണ്ടും എന്ത് ചെയ്യാണ്, പൂർവ്വ ബംഗാൾ പശ്ചിമ ബംഗാൾ എന്നുള്ള എന്താണ് ഡിവിഷൻ ഒന്നും ഇല്ലാതെ ബംഗാൾ എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലമായി മാറ്റുന്നുണ്ട്. അതിനുശേഷം എന്താണ് ലക്നൗ പാക്ടിൽ 1909 എന്താണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വരുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 വരുന്നുണ്ട്. മോർലി മിന്റോ പരിഷ്കാരങ്ങൾ അല്ലെ, മോർലി മിന്റോ പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1916 എന്താണ് ലക്നൗ സെക്ഷനിൽ വരുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഹോം റൂൾ മൂവ്മെന്റ് അല്ലെ, ഹോം റൂൾ മൂവ്മെന്റ്. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമ്മുടെ തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ പ്രധാനമായി നടക്കുന്ന മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലക്നൗ സെക്ഷനിലെ 1916 ലക്നൗ സെക്ഷനിലെ AC മജുംദാറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ലക്നൗ സെക്ഷൻ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലക്നൗ പാക്ട് അല്ലെ, ലക്നൗ പാക്ട് മുസ്ലിം ലീഗും നമ്മുടെ INCയും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒപ്പിട്ട പാക്ട് ആണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഇലക്ടറേറ്റുകളെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ഏർപ്പെട്ട ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള കരാറാണ് ഇത് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. മുസ്ലിംസിന് എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നാണ് 1909 എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ അംഗീകരിച്ച സെക്ഷനാണ് ഏത്, 1916 ലക്നൗ സെക്ഷൻ എന്ന് പറയുന്നത്. AC മജുംദാർ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്താണ് 1907 സൂരജ് സ്പ്ലിറ്റ് രാജ് ബിഹാരി ബോസിന്റെ അധ്യക്ഷതയിൽ എന്താണ് സൂറത്തിൽ ചേർന്ന സെക്ഷനിൽ എന്ത് ചെയ്യാണ്, വലിയ അടിപിടി ഉണ്ടാവുകയും എന്താണ് അതിനകത്തുള്ള തീവ്രവാദ നേതാക്കളെല്ലാം എന്ത് ചെയ്യാണ്, INC നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട നേതാക്കളെല്ലാം എന്ത് ചെയ്യാണ്, 16 തിരിച്ചു വന്ന് എന്ത് ചെയ്യാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് റീജോയിൻ ചെയ്യുന്നത് എവിടെയാണ്, ഈ ലക്നൗ സെക്ഷനിലാണ്. അതുപോലെ തന്നെ ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ഹോം റൂൾ പ്രസ്ഥാനം. അതാണ് പ്രധാനപ്പെട്ട തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എന്താണ് മൂവ്മെന്റ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിയൻ കാലഘട്ടം അല്ലെ. നമ്മുടെ ഗാന്ധി എന്ത് ചെയ്യാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരികയാണ് അല്ലെ. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് സത്യാഗ്രഹ എന്ന് പറയുന്ന എന്താണ് പുതിയൊരു മെത്തേഡ് അല്ലെ, അന്ന് വരെ എന്താണ് കേട്ടുകഴിവ് പോലും ഇന്ത്യയിൽ ഇല്ലാതിരുന്ന എന്താണ് സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ട് എന്ത് ചെയ്യാണ് പുറത്തേക്ക് എടുക്കുകയും അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായി പാരലലി നടന്നു പോയിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലേ, അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, എന്താണ് നമ്മുടെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, അതുപോലെ തന്നെ എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇങ്ങനെയുള്ള എന്താണ് പല അധികം 17 മുതൽ 47 വരെ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്താണ് മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം എന്തായിരുന്നു, ഗാന്ധിയൻ ഐഡിയോളജിയിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എന്താണ് 1885 മുതൽ 47 വരെയുള്ള കാലഘട്ടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായി തരംതിരിക്കാം. മിതവാദി ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, അതുപോലെ തന്നെ ഗാന്ധിയൻ യുഗം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് എന്ത് ചെയ്യാം, തിരിക്കാം. ഇനി പ്രധാനമായിട്ടുള്ള എന്താണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് അല്ലേ, നമുക്കറിയാം ദാദാഭായ് നവറോജി അദ്ദേഹം കോയിൻ ചെയ്ത സിദ്ധാന്തമാണ് ഏത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്കിൽ നിന്നാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഈ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ സമ്പത്ത് വിദേശത്തേക്ക് പൊക്കോണ്ടിരുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള സംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, റോ മെറ്റീരിയൽസ് അല്ലെ, നമുക്കറിയാം റോ മെറ്റീരിയൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്ന് വൻ തോതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് നൽകുന്ന ശമ്പളവും പെൻഷനും, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി
അവർക്ക് ലഭിക്കുന്ന ലാഭം, അവർക്ക് എന്താണ് ഇന്ത്യയിൽ എന്താണ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്യാണ്, ചീപ്പായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം എന്താണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ എന്താണ് വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, അതുപോലെ തന്നെ എന്താണ് നികുതി, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി, ഇതെല്ലാം എന്താണ് ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദാദാബായി നവറോജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ ഈ ഒരു INC-യുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി INC-യുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കേണ്ടത്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം എന്ന് പറയുന്നത് ആദ്യത്തെ സമ്മേളനം 1885 WC ബാനർജി അല്ലെ, WC ബാനർജിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, ബോംബെ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം 86 ആരാണ്, കൊൽക്കത്ത സമ്മേളനം അല്ലെ, കൊൽക്കട്ടയിൽ വെച്ചിട്ട് ആരാണ്, ദാദാഭായി നവറോജി അല്ലെ, ദാദാഭായി നവറോജി. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അതല്ലേ, 3 വട്ടം ആകുന്നുണ്ട്. 1886, 93, 1906, അങ്ങനെ 3 വട്ടം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആകുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, 1887 മദ്രാസ് സെക്ഷൻ ബദറുദ്ദീൻ ത്വയാബ്ജി, നമുക്കറിയാം അല്ലേ, ആദ്യത്തെ മുസ്ലിം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് INC-യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബദറുദ്ദീൻ ത്വയാബ്ജി ആയിരുന്നു. അതിനുശേഷം എന്താണ് 1888 അലഹാബാദിൽ ജോർജ് യൂൾ, ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസിഡന്റ് അല്ലെ, ആദ്യത്തെ ബ്രിട്ടീഷുകാരനായ പ്രസിഡന്റ്. അതുപോലെ തന്നെ 1889 ബോംബെ സർ വില്യം വെതർബൺ അല്ലെ, രണ്ടാമത്തെ വിദേശിയാണ് എന്ത് വില്യം വെതർബൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ കൂടി 1910 ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ INC-യുടെ പ്രസിഡന്റായി മാറുന്നുണ്ട്. അതിനുശേഷം 1890 ഫിറോസ് ഷാ മേത്ത അല്ലെ, കൊൽക്കത്തയാണ്. ഇതൊന്നും വലിയ സംഭവമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വരുന്നത് 1891 നാഗ്പൂർ സമ്മേളനം, P ആനന്ദ ചർലു, നമുക്കറിയാം അല്ലെ, സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആദ്യത്തെ INC-യുടെ പ്രസിഡന്റ് ആണ് ആര്, P ആനന്ദ ചർലു എന്ന് പറയുന്നത് 1891 നാഗ്പൂർ സെക്ഷനിൽ അല്ലെ, നാഗ്പൂർ സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ആകുന്നത്. ഇനി 1897 അമരാവതി സെക്ഷൻ അല്ലെ, അമരാവതി സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അമരാവതി സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ തെറ്റുണ്ട്, ശങ്കരൻ നായർ ആണേ, C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന എന്താണ് അമരാവതി അല്ലെ, അമരാവതി സെക്ഷനിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം എന്താണ് നമ്മുടെ INC-യുടെ പ്രസിഡന്റ് ആകുന്നുണ്ട്. 1897 അമരാവതി സെക്ഷൻ നമ്മുടെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ INC-യുടെ പ്രസിഡന്റ് അമരാവതി സെക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C ശങ്കരൻ നായർ. ഇനി 1901 കൊൽക്കത്ത സെക്ഷൻ ദിൻഷായി വാച്ച. പ്രത്യേകത എന്താണ്, ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ എന്താണ് INC-യുടെ സമ്മേളനമാണ് 1901 ദിൻഷായി വാച്ച എന്താണ് പ്രസിഡന്റ് ആയിട്ടുള്ള INC-യുടെ കൊൽക്കത്ത സെഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ എന്താണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് 1907, 1908 എന്താണ് സൂരത് സെക്ഷൻ അല്ലെ, സൂരത് സെക്ഷൻ ആയിരുന്നു രാസ് ബിഹാരി ബോസ് അല്ലെ, സൂരത് സെക്ഷനും മദ്രാസ് സെക്ഷനും രാസ് ബിഹാരി ഘോഷ് അല്ലെ, ബോസ് ആരാണ്, വേറൊരു തീവ്രവാദ നേതാവുണ്ട്, രാസ് ബിഹാരി ബോസ് എന്ന് പറയുന്ന എന്താണ് ഒരു തീവ്രവാദ നേതാവുണ്ട്. അദ്ദേഹം എന്താണ് വളരെ വയലന്റ് ആയിട്ടുള്ള നമുക്കറിയാലോ, ഡൽഹി കോൺസ്പിറസി കേസിലൊക്കെ എന്താണ് അകപ്പെട്ടു പോവുകയല്ല, അദ്ദേഹം അതിൽ പ്രതിയായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നാടുവിട്ട് ജപ്പാനിൽ പോയിട്ട് അതിനുശേഷം INA ഒക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ച വ്യക്തി കൂടിയാണ് രാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത്. സൂറത്തിനെ മദ്രാസിലെ അല്ലെ, 1907 സൂരത് സെക്ഷനിൽ ആരായിരുന്നു, രാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സൂരത് സ്പ്ലിറ്റ് അല്ലെ, INC രണ്ടായി പിളർക്കുന്നത്, തീവ്രവാദികളെന്നും മിതവാദികളെന്നും രണ്ടായിട്ട് പിളർപ്പ് വരുന്നത് എന്ത് ചെയ്യാണ്, സൂരത്തിലാണ്. അതിനുശേഷം 1908 മദ്രാസ് സെക്ഷൻ, അപ്പോഴും എന്താണ് രാസ് ബിഹാരി ഘോഷ് തന്നെയാണ്. അങ്ങനെ എന്താണ് 2 തവണ അല്ലെ കൺസിക്യൂട്ടീവായിട്ട് തുടർച്ചയായി 2 തവണ എന്താണ് INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വ്യക്തി ആര് തന്നെയാണ്, രാഷ് ബിഹാരി ഘോഷാണ്. തുടർച്ചയായി 2 തവണ എന്താണ് നേരത്തെ ആയിട്ടുണ്ട്, പക്ഷെ തുടർച്ചയായി 2 തവണ INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് രാഷ് ബിഹാരി
ഘോഷാണ്. ഇനി നമുക്കറിയാലോ 905 ബനാറസ് സെക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. എന്താണ് പ്രത്യേകത? സ്വദേശി പ്രസ്ഥാനം അല്ലെ, സ്വദേശി പ്രസ്ഥാനം ലോഞ്ച് ചെയ്ത സെക്ഷൻ ആയിരുന്നു ഏത്? 1905 ബനാറസ് സെക്ഷൻ എന്ന് പറയുന്നത്. 1905 ബനാറസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോറി. ഇനി നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇത് 1912 ബങ്കിപ്പൂർ സെക്ഷൻ. 1912 ബങ്കിപ്പൂർ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആർ എൻ മധോൽക്കർ ആയിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? ജവഹർലാൽ നെഹ്റു അല്ലെ. 1901 ഗാന്ധിജിയാണ് ആദ്യമായി പങ്കെടുത്തെന്നുണ്ടെങ്കിൽ 1912 സെക്ഷനിൽ ആരാണ് പങ്കെടുത്തത്? ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സെക്ഷൻ ആയിരുന്നു ഏത്? ബങ്കിപ്പൂർ സെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ സെക്ഷൻ ആയിരുന്നു ഏത്? ബങ്കിപ്പൂർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി 1916 സെക്ഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ലക്നൗ സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. AC മജൂംദാർ ആയിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ലക്നൗ പാക്ട്, INCയും മുസ്ലിം ലീഗും അല്ലെ. INCയും മുസ്ലിം ലീഗും തമ്മിൽ എന്താണ്? ലക്നൗ പാക്ട് വരുന്നു. ഗാന്ധിജിയും അതുപോലെ തന്നെ എന്താണ്? ജവഹർലാൽ നെഹ്റുവും കണ്ടുമുട്ടുന്നു. തീവ്രവാദികളും മിതവാദികളും എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട എന്താണ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. 1917 കൊൽക്കത്ത സെക്ഷൻ ആനി ബെസന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? 1920 കൊൽക്കത്ത സെക്ഷൻ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യാണ്? വരികയാണ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് 1924 ബെൽഗാവ് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എന്ത് ചെയ്യാണ്? പ്രസിഡന്റ് ആകുന്ന ഒരേ ഒരു INC സെക്ഷൻ എന്ന് പറയുന്നത് 1924 ബെൽഗാവ് സെക്ഷനാണ്. കർണാടകയിലെ ബെൽഗാവിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ആ ഒരു സെക്ഷൻ നടക്കുന്നത്. 1925 പ്രത്യേകത എന്താണ്? കാൺപൂർ സെക്ഷൻ. ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. സരോജിനി നായിഡു അല്ലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് വരുന്നത് എവിടെയാണ്? 1925 കാൺപൂർ സെക്ഷനാണ്. സരോജിനി നായിഡു ആണ്. 1927 മദ്രാസ് സെക്ഷൻ എം എ അൻസാരി മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ INCയുടെയും പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? എം എ അൻസാരിയാണ് കേട്ടോ. മുസ്ലിം ലീഗിന്റെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രസിഡന്റ് ആകുന്ന വ്യക്തി എന്ന് പറയുന്ന ആരാണ്? എം എ അൻസാരിയാണ്. ഇനി 27 സെക്ഷന്റെ പ്രത്യേകത എന്താണ്? സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്ന സെക്ഷനാണ് ഇത് 1927 സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം 1929 സെക്ഷന്റെ പ്രത്യേകത എന്താണ്? ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് എന്താണ് INCയുടെ പ്രസിഡന്റ് ആയി. അതുപോലെ തന്നെ എന്താണ്? സ്വാതന്ത്ര്യ ദിനം അല്ലെ. 1930 ജനുവരി 26 എന്ത് ചെയ്യാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച എന്താണ് സെക്ഷനാണ്. അതുപോലെ തന്നെ എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം ലോഞ്ച് ചെയ്ത സെക്ഷൻ ഏതാണ്? 1929 ലാഹോർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി 1931 കറാച്ചി സെക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സും നാഷണൽ എക്കണോമിക് പ്രോഗ്രാം എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട എന്താണ് പ്രമേയങ്ങൾ പാസാക്കി. അതിനുശേഷം എന്താണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഫൈസ്പൂർ 37 ഫൈസ്പൂർ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമത്തിൽ നടന്ന ആദ്യത്തെ സെക്ഷനാണ് ഏത്? 1937 എന്ത്? ഫൈസ്പൂർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി 38 ഹരിപുര സെക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ സെക്ഷനാണ് ഏത്? ഹരിപുര സെക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട്. 38 ഹരിപുര സെക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യാണ്? നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം 39 ത്രിപുരി സെക്ഷനിൽ എന്ത് ചെയ്യാണ്? അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു ഇലക്ഷൻ നടക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാണ്? ഒരു ഇലക്ഷൻ നടക്കുകയാണ്.
അതിനെന്താണ് സുഭാഷ് ചന്ദ്രബോസിന് എതിരെ ആരാണ്? പട്ടാഭി സീതാരാമയ്യ അല്ലെ? പട്ടാഭി സീതാരാമയ്യ നമ്മുടെ ഗാന്ധിജിയുടെ നോമിനിയായിട്ട് പട്ടാഭി സീതാരാമയ്യ എന്ത് ചെയ്യുന്നുണ്ട്? മത്സരിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുന്നു. പക്ഷെ എന്താണ് മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്റേണൽ പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യാണ്? സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുകയും പകരം എന്ത് ചെയ്യാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്യാണ്? പ്രസിഡന്റായി വരികയും ചെയ്യുകയാണ് 1939 ത്രിപുരി സെക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുകയും പകരം എന്താണ്? രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്യാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്യുകയാണ്. അതിനുശേഷം എന്താണ്? ഇതിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്? നമ്മുടെ 39 എന്ത് ചെയ്യുന്നത്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ഫോർവേഡ് ബ്ലോക്ക് അല്ലെ? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്താണ്? നമ്മുടെ കോൺഗ്രസിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നത്? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അതിനുശേഷം എന്താണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 1946 ജെ ബി കൃപലാനി. അതിനുശേഷം 47 സ്വാതന്ത്ര്യം കിട്ടും. 48 എന്ത് ചെയ്യാണ്? ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ. അപ്പൊ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ പട്ടാഭി സീതാരാമയ്യാണ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മുൻപ് എന്താണ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനം നിങ്ങൾ പറയുന്നത് ഇത്രയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.